Today we will discuss about how to install PostgreSQL and pgAdmin for. എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം വെബ്സൈറ്റിൽ നിന്ന്. PostgreSQLന്റെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. PostgreSQL അവരുടെ വെബ്സൈറ്റ് ആയ PostgreSQL ഡൗൺലോഡ് ചെയ്യാം. യെസ്, ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ്, വിൻഡോസ് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അതൊക്കെ വേണ്ടി ഡൗൺലോഡ് ചെയ്യും. ഇവിടെ ഞാൻ വിൻഡോസിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ വിൻഡോസ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ദ ഇൻസ്റ്റാളർ ജസ്റ്റ് ക്ലിക്ക് ചെയ്തോളുക. ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് അവർ പറയുന്നുണ്ട്, ഏതെല്ലാം രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള മെത്തേഡ്സ്. ഡാറ്റാബേസ് ഇവിടെ ഉണ്ട്. വെർഷൻസ് 13.3 ആണ് ലേറ്റസ്റ്റ് വെർഷൻ. ദെൻ അതിന്റെ ഓൾഡർ വെർഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. കഴിയുമെങ്കിൽ ലേറ്റസ്റ്റ് വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ താഴെയുള്ള വെർഷൻസ് ചെയ്യാൻ നോക്കുക. ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കിയേ, ഈ ലേറ്റസ്റ്റ് വെർഷൻ 13.1 അല്ലെ, അത് ലിനക്സിന്റെ വെർഷൻ. ലിനക്സിന്റെ 32 ബിറ്റിലും അതുപോലെ 64 ബിറ്റിലും അവൈലബിൾ അല്ല. സ്റ്റേബിൾ ആയ വെർഷൻ ഈ കാണുന്ന 10.14 അതെല്ലാത്തിലും അവൈലബിൾ ആണ്. ഇതൊരു സ്റ്റേബിൾ ആണ്. അതിനുശേഷം ഇറങ്ങിയത് മാക് ഓഎസിനും അതുപോലെ വിൻഡോസിന്റെ 64 ബിറ്റിലാണ് ഇറങ്ങിയിട്ടുള്ളത്. വിൻഡോസിന് 32 ബിറ്റിന്റെ ഓൾഡർ വെർഷൻ അവൈലബിൾ അല്ല. ഓക്കെ, ലിനക്സിൽ പോലും അവൈലബിൾ അല്ല ഈ ലേറ്റസ്റ്റ് ആയി വന്ന 3 വെർഷൻസ്. അപ്പൊ ഇതൊരു സ്റ്റാൻഡേർഡ് വെർഷൻ ആണ്, അതുകൊണ്ട് അത് ഇങ്ങനെ എല്ലാ ഇതിലും അവൈലബിൾ ആക്കി കിട്ടും. അപ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. 10.14 അല്ലെങ്കിൽ കുറച്ച് ബേസിക് ആയ ഫയൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഓക്കെ, 10.14 64 ബിറ്റ് ആണ് എൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതാണ് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, ഡൗൺലോഡ്. ഓക്കെ, ഡൗൺലോഡിങ് കണ്ടന്റ് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു സർവേ താഴെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു സർവേ ചെയ്യാൻ ജസ്റ്റ് അവരുടെ ഒരു ഇൻഫർമേഷൻ വേണ്ടി ചെയ്യുന്നു മാത്രം. ഇവിടെ ഡൗൺലോഡിങ് കണ്ട 5-6 ഏകദേശം 5 മിനിറ്റ്സ് വെയിറ്റിംഗ് ആണ്. 167 MB ഉണ്ട്. ഏകദേശം 7-8-10 മിനിറ്റ് സമയം പിടിക്കും. ഓക്കെ, നമുക്ക് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നോക്കാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു സെറ്റപ്പ് ഫയൽ കിട്ടും, exe ഫയൽ. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ വിൻഡോ ഓപ്പൺ ആയി വരും. ഇത് നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു വിൻഡോയിൽ നമ്മൾ ഏത് ഭാഗത്താണ് ഡ്രൈവിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, ലൊക്കേഷൻ ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. PostgreSQL 9.6, അപ്പോൾ ആ ഒരു ലൊക്കേഷനിലാണ് ഡാറ്റ സേവ് ചെയ്ത് വെക്കുക. ദെൻ അതിനുശേഷം നമുക്ക് ഇത് ഏത് ഭാഗത്ത് നമ്മുടെ ടേബിൾ ഡാറ്റാബേസ് ഡാറ്റ എല്ലാം സേവ് ചെയ്യുന്നത് അതിന്റെ ലൊക്കേഷനാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ. പോസ്റ്റ്ഗ്രേസ് എന്നുള്ളതാണ് ബൈ ഡീഫോൾട്ട് വരുന്ന നമ്മുടെ ഡാറ്റാബേസ്. ആ ഡാറ്റാബേസിലെ യൂസറാണ് പോസ്റ്റ്ഗ്രേസ് എന്ന് പറയുന്നത്. ഈ പോസ്റ്റ്ഗ്രേസിന് ഒരു യൂസർ എന്ന് പറഞ്ഞാൽ ആ യൂസറിന് ഒരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യണം. ആ പാസ്വേഡ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൊടുക്കണം. ഈ പാസ്വേഡ് തന്നെ ആയിരിക്കും ഡാറ്റാബേസ് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ആ യൂസറിന്റെ പാസ്വേഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഇത് മറന്നു പോരുത്, ഏത് സമയം നമുക്ക് ആവശ്യമുള്ളതാണ് ഈ ഒരു പാസ്വേഡ്. ഓക്കെ, ഇവിടെ പോർട്ട് അഡ്രസ് ആണ്. പോർട്ട് നമ്പർ ഉണ്ടാവും, ഓരോ പോർട്ട് നമ്പർ. ബൈ ഡീഫോൾട്ട് പോർട്ട് നമ്പർ വരുന്നുണ്ട് 5432. എന്തെങ്കിലും നമുക്കത് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ബൈ ഡീഫോൾട്ട് വരുന്ന പോർട്ട് നമ്പർ ഏതാണോ അത് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഏത് കണ്ടന്റ് ആണ് ഡാറ്റ ആക്സസ് ചെയ്യുന്നത്, നമ്മൾ ലോക്കൽ ഡ്രൈവിന് ലോക്കൽ മെഷീനാണോ അതെല്ലാം ഇന്റർനെറ്റിൽ നിന്നാണോ ചെക്ക് ചെയ്യുന്ന ഓപ്ഷനാണ്. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ റെഡി ടു ഇൻസ്റ്റാൾ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആകാൻ കുറച്ച് സമയം പിടിക്കും. Configuring database server startup, starting database server. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തു. ദെൻ സ്റ്റാക്ക് ബിൽഡർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിക്കുന്നത്, ഡൗൺലോഡ് ചെയ്യണം. നമുക്ക് ഇതിന് ആഡ് ഓൺസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റാക്ക് ബിൽഡർ. എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ട കണ്ടന്റ് ആണ്. ഞാൻ അത് അൺചെക്ക് ചെയ്യാം, നമുക്കത് ആവശ്യമില്ല. ഇനി വലിയ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള കണ്ടന്റ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണം, ആഡ് ഓൺസ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഈ സ്റ്റാക്ക് ബിൽഡർ. ഓൾറെഡി നമുക്ക് ഇതിൽ ഉണ്ടായിരിക്കും, നമുക്ക് ഓപ്പൺ ചെയ്യാം, കാണിക്കാം. ഓക്കെ, then ഫിനിഷ് ചെയ്യാം. സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ചോദിക്കാൻ, നമുക്ക് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വൺസ് ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം സ്റ്റാർട്ട് ഓപ്പൺ ചെയ്യാം, ലോഞ്ച് ചെയ്യാം. സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആയി കാണാൻ. ഓൾ ആപ്സിൽ താഴെ PostgreSQL 9.6 വെർഷൻ 9.6 ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത്. ഏത് വെർഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 9.6 വെർഷനിൽ ഇവിടെ pgAdmin 4. ഓക്കെ, ഇതാണ് pgAdmin 4ന്റെ ഇന്റർഫേസ്.
ഇതിന് നേരത്തെ പറഞ്ഞായിരുന്നു സ്റ്റാക്ക് ബിൽഡർ, ആപ്ലിക്കേഷൻ സ്റ്റാക്ക് ബിൽഡർ. ഇത് ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള ആഡ് ഓൺസ് എല്ലാം ആഡ് ചെയ്ത് വെക്കാം. ഇൻസ്റ്റാളേഷൻ നോട്ട്സ് അവൈലബിൾ ആണ്. ദെൻ PostgreSQL ഡോക്യുമെന്റേഷൻ, അതുപോലെ റിലീസ് നോട്ട്സ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ SQL ഷെൽ പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് SQLന്റെ PostgreSQLന്റെ ഷെൽ കമാൻഡ് പ്രോംപ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ pgAdmin ഓപ്പൺ ചെയ്യാം. ഡീഫോൾട്ട് ബ്രൗസർ ഏതാണോ ആ ഡീഫോൾട്ട് ബ്രൗസർ അത് ഓപ്പൺ ചെയ്ത് വരും. ലോഡിംഗ് pgAdmin. ഇവിടെ ഡീഫോൾട്ടിലെ സെർവേഴ്സ് ഉണ്ട്, അവൈലബിൾ ആണ്. ഈ സെർവേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ വെർഷൻസും ഇവിടെ അവൈലബിൾ ആണ്. MySQLന്റെ PostgreSQL എന്ന് പറഞ്ഞ മൈസില് PostgreSQL, അതുപോലെ PostgreSQL 9.6, PostgreSQL 10, ഇത് 3 വെർഷൻസ് അവൈലബിൾ. ഇവിടെ എല്ലാം ഇതുപോലെ ഇൻഡു മാർക്ക് ആയിരിക്കും, റെഡ് കളറിലായിരിക്കും. നമുക്കിത് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ സമയത്ത് ചെയ്തിരുന്ന ഒരു പാസ്വേഡ് ഉണ്ടായിരുന്നു, ആ പാസ്വേഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഈ സർവേഴ്സിന് അതുപോലെ ഇവിടെയൊക്കെ റെഡ് മാർക്ക് ആയിരിക്കും ഫസ്റ്റ് ചെയ്യുമ്പോൾ. നമുക്ക് എന്ത് ചെയ്യാം? അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ പാസ്വേഡ് ചോദിക്കുന്നത്? ഓക്കെ, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് പിന്നെ ഓക്കെ പ്രസ് ചെയ്ത്. അപ്പൊ ഈ ഒരു ഡാറ്റാബേസ് ഇവിടെ ഓപ്പൺ ആയി വരും. ഈ ഒരു PostgreSQLന്റെ കണ്ടന്റ് കണ്ടോ? ഇതെല്ലാം ഇതുപോലെ ക്ലോസ്ഡ് ആണ്. ഇത് ഓൾറെഡി ഇതിലുള്ള കണ്ടന്റ്, അതുകൊണ്ട് അവിടെ ഡാറ്റാബേസ് 7 ഡാറ്റാബേസ് അവൈലബിൾ ആണ് ഇതിൽ. അതുകൊണ്ട് കാണിക്കുന്നത് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് 0 ഒന്നും ഉണ്ടായിരിക്കില്ല, ബ്ലാങ്ക് ആയിരിക്കും. അപ്പൊ നമുക്ക് ഡാറ്റാബേസ് പുതിയ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിനുള്ള കോഡും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതി ചെയ്യാം. ഇതൊരു ഡാറ്റാബേസ് ജസ്റ്റ് ഓപ്പൺ ആക്കി കാണിക്കാം. എന്താണ് പോസ്റ്റ്ഗ്രസ് എന്ന ഡാറ്റാബേസ് ബൈ ഡിഫോൾട്ട് എല്ലാത്തിലും ഉണ്ടായിരിക്കും ഡാറ്റാബേസ് പോസ്റ്റ്ഗ്രസ്. ഇത് ഓപ്പൺ ആക്കി നോക്കാം. സോ ഈ പോസ്റ്റ്ഗ്രസ് ഡാറ്റാബേസിനകത്ത് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഈ സ്കീമ എന്നുള്ള കണ്ടന്റ് ആണ് വരുന്നത്. പോസ്റ്റ്ഗ്രസ് എന്ന ഡാറ്റാബേസിൽ സ്കീമിൽ നമുക്ക് താഴെ കാണാം ടേബിൾസ് കാണാം. കണ്ടോ ടേബിൾസ്. ഇതിലൊരു ടേബിൾ ഉണ്ട്. ഏതാ ടേബിൾ? ലോഗിൻ എന്ന ടേബിൾ അവൈലബിൾ ആണ്. ഇതോടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചായിരുന്നു, അതുകൊണ്ട് ലോഗിൻ കാണിക്കുന്നത്. ഇവിടെ ഡാറ്റാബേസിൽ ടേബിൾ ഒന്നും ഉണ്ടായിരിക്കില്ല. പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, ടേബിളിലെ കണ്ടന്റ് വർക്കേപ്പിക്കാം. ഓക്കെ, അതുപോലെ ഇവിടെ നമുക്ക് ഇന്റർഫേസ് വഴി SQL ക്വറീസ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കറക്റ്റ് തന്നെ SQL ക്വറീസ് ഉണ്ടാ. നമുക്ക് ഇവിടെ ഈ ക്വറി ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ്. ഇവിടെ നമുക്ക് ക്വറി ടൈപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാം. ക്വറി എഡിറ്റർ, ഇവിടെ ക്വറി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്യാം, ടൈപ്പ് ചെയ്താണ് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാം. ഇതാണ് pgAdmin എന്ന കണ്ടന്റ്. ഓക്കെ, ഇനി നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഇത് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പാത്ത് സെറ്റ് ചെയ്യണം. എൻവയോൺമെന്റൽ വേരിയബിളിൽ ഇതിന്റെ പാത്ത് സെറ്റ് ചെയ്യണം. പാത്ത് ഇവിടുന്ന് അവൈലബിൾ ആണ്. നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത വെർഷൻ ഉണ്ടാവും അല്ലെ? എവിടെ ഇൻസ്റ്റാൾ ചെയ്തത്? നമ്മളെ ഡ്രൈവിൽ ഉണ്ടായിരിക്കും. C ഡ്രൈവില് പ്രോഗ്രാം ഫയൽസ് PostgreSQL 9.6. ഓക്കെ, ഇതിൽ ബിൻ എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ PSQL ഉണ്ടായിരിക്കുക അല്ലെ? PSQL.exe. അപ്പൊ ഇതിന്റെ ഈ ഒരു പാത്ത് അഡ്രസ് ഇവിടുന്ന് കോപ്പി ചെയ്യാം. കോപ്പി. ഇനി എവിടെ സ്റ്റോർ ചെയ്യണം? നമ്മുടെ എൻവയോൺമെന്റൽ വേരിയബിൾസ്. നമുക്ക് സിസ്റ്റം പ്രോപ്പർട്ടീസ് എന്ന ആവശ്യമില്ല. സിസ്റ്റം എന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സിസ്റ്റം, ഇപ്പോൾ കൺട്രോൾ പാനൽ നമുക്ക് സിസ്റ്റം അവൈലബിൾ ആവും. ഇതില് അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിംഗ്സ് അല്ലെ? നന്നായി കമ്പ്യൂട്ടറിൽ പ്രോപ്പർട്ടീസ് എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിംഗ്സ്. അതിൽ വരുന്ന വിൻഡോയിൽ താഴെ കാണാം എൻവയോൺമെന്റ് വേരിയബിൾ. ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതൊരു വേരിയബിളിൽ നമുക്ക് ഇവിടെ പാത്ത് എന്ന് പറഞ്ഞ കണ്ടന്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പാത്ത് സിസ്റ്റം വേരിയബിൾസ് ഉണ്ടല്ലേ, അതാണ് പാത്ത്. ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ബട്ടൺ വേണം. ഇവിടെ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ നമുക്ക് നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്ത് എന്ത് ചെയ്യാം? സേവ് ചെയ്ത് വെക്കാം. ഇവിടെ കണ്ടോ, ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ? C പ്രോഗ്രാം ഫയൽസ് PostgreSQL 9.6b. അപ്പൊ ഇതുപോലെ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് കോപ്പി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ വീണ്ടും ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോകും. ഇത് കൂടാതെ നമുക്ക് വേറെ ഒരു കണ്ടന്റ് കൂടെ ആഡ് ചെയ്തിട്ട്, ഇത് കൂടാതെ സെയിം പാത്തിൽ തന്നെ നമുക്ക് വേറെ ഒരു കണ്ടന്റ് കൂടെ ആഡ് ചെയ്യണം. എഡിറ്റ് ചെയ്യുക. ഇവിടെ വേണം സിയിൽ PostgreSQL 9.6 ലൈബ്രറി ഫയൽസ് കൊണ്ട് നമുക്ക് ആഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്യണം? C ഡ്രൈവിൽ പോവാം. ഇവിടെ സെയിം പാത്തിൽ ഈ ബിന്നിന് താഴെ ഉണ്ടാവും ലിബ് ഫോൾഡർ. കണ്ടോ, PostgreSQL 9.6 ലിബ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇതിന്റെ പാത്ത് നമുക്ക് ഇവിടെ കോപ്പി ചെയ്തെടുക്കാം. കോപ്പി. ഇവിടെ എൻവയോൺമെന്റൽ വേരിയബിളിൽ ന്യൂ ക്ലിക്ക് ചെയ്യാം. അവിടെ പേസ്റ്റ് കൊടുക്കുക. ഓക്കെ, സോ അങ്ങനെ ഇവിടെ രണ്ട് വേരിയബിൾസും അതുപോലെ PostgreSQL 9.6 ബിന്ന് ഫോൾഡറും
അതുപോലെ SQLന്റെ 9.6 ലിബ് ലൈബ്രറി ഫയൽസും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഫോൾഡർ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ലോക്ക് ചെയ്യാം. ജസ്റ്റ് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. റണ്ണിൽ CMD ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി വരും. ഇനി കണക്ഷൻ കിട്ടുമോ ചെക്ക് ചെയ്ത് നോക്കാം. PSQL സ്പേസ് യൂസർ നെയിം, യൂസർ നെയിം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു എന്ന് കൊടുക്കുന്നത്. ഓക്കെ, പോസ്റ്റ്ഗ്രസ്. ദെൻ ഈ ഒരു ഡാറ്റാബേസ് നമുക്ക് ഓപ്പൺ ആണെങ്കിൽ ആ ഡാറ്റാബേസിന്റെ പേരോട് കൊടുക്കുക, സ്കൂൾ. ഇവിടെ നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യണം. ഇൻസ്റ്റാളേഷൻ സമയത്ത് പോസ്റ്റ്ഗ്രസിന്റെ പാസ്വേഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? ആ പാസ്വേഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഓപ്പൺ ആയി വന്നു. സ്കൂൾ എന്ന് പറഞ്ഞ ഒരു ഡാറ്റാബേസ് ഓപ്പൺ ആക്കി വന്നിട്ടുണ്ട്. ഈ ഡാറ്റാബേസിനകത്തായിരിക്കും ഇനി നമ്മൾ ചെയ്യുന്ന എല്ലാ കണ്ടന്റും. ഇതാണ് യൂസർ. പോസ്റ്റ്ഗ്രസ് എന്ന് പറഞ്ഞാൽ ബൈ ഡിഫോൾട്ട് യൂസർ. ആ യൂസറിനകത്ത് സ്കൂൾ എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസ് ഓപ്പൺ ആയി വന്നു. ഇനി നമ്മൾ ഇവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേബിൾ എവിടെ വരും? ഈ സ്കൂൾ എന്ന് പറഞ്ഞ ഡാറ്റാബേസിനകത്തായിരിക്കും എൻ്റർ ചെയ്ത് വരും. ഓക്കെ അല്ലേ? ഇതുപോലെ നമുക്ക് പോസ്റ്റ്ഗ്രസ് അതിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ഇതിപ്പോ കമാൻഡ് പ്രോംപ്റ്റ് റൺ ചെയ്യിപ്പിക്കും. പോസ്റ്റ്ഗ്രസിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ഇവിടെ സ്റ്റാർട്ടിൽ പോയി കഴിഞ്ഞാൽ ഓൾ പ്രോഗ്രാംസിൽ നമ്മുടെ പോസ്റ്റ്ഗ്രസ് 9.6 വെർഷൻ. അതെ, ഇവിടെ താഴെ SQL ഷെൽ കണ്ടില്ലേ? ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. കാണണ്ടോ അല്ലെ? ഞാൻ പഴയ വിൻഡോ ക്ലോസ് ചെയ്യാം. ലോക്കൽ ഹോസ്റ്റ് സർവർ നമ്മുടെ ലോക്കൽ ഹോസ്റ്റിന് തന്നെ. ജസ്റ്റ് എന്റർ പ്രസ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന പോസ്റ്റ്ഗ്രസ് ആണ്. നമ്മുടെ ഡാറ്റാബേസ് ഡിഫോൾട്ട് ഡാറ്റാബേസ് പോസ്റ്റ്ഗ്രസ് ആണ്. പോർട്ട് നമ്പർ യൂസ് ചെയ്യുന്നത് എന്താണ്? 5433. ഇതൊക്കെ ഇൻസ്റ്റാളേഷൻ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ആ പോർട്ട് നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം, ആ പോർട്ട് നമ്പർ അവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കായിരുന്നു. ബൈ ഡിഫോൾട്ട് യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പർ ഇപ്പോൾ ഈ സിസ്റ്റത്തിൽ 5433 എന്നാണ്. അപ്പൊ അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ യൂസർ നെയിം പോസ്റ്റ്ഗ്രസ് ആണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഏത് യൂസറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പോസ്റ്റ്ഗ്രസിനെ കൊടുക്കുകയാണ്, പോസ്റ്റ്ഗ്രസ്. അപ്പൊ അതിന്റെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് നമ്മൾ പോസ്റ്റ്ഗ്രസിന്റെ പാസ്വേഡ് എന്തായിരുന്നു ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ആ പാസ്വേഡ് ഇൻസ്റ്റാളേഷൻ സമയത്ത് കൊടുത്ത പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, എന്റർ അടിക്കുക. ഓപ്പൺ ആയി. ഇപ്പൊ നമ്മുടെ ഡാറ്റാബേസ് കണക്ഷൻ റെഡിയാണ്. കണക്ഷൻ റെഡി ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ വരുള്ളൂ. ഓക്കെ, പോസ്റ്റ്ഗ്രസ് ഏതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിന്റെ ആ ഒരു ഹാഷ് ടാഗ് ആണ് ഇവിടെ വരിക. അതിനുശേഷം ഹാഷ് ഇട്ട ശേഷം നമ്മൾ ഇവിടെ കണ്ടന്റ്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് സെലക്ട് എന്നൊക്കെ പറഞ്ഞ ഡാറ്റ കണ്ടിട്ട് കൊടുക്കാം. /du യൂസർ ഇൻഫർമേഷൻ അവൈലബിൾ ആക്കാം. റോൾ നെയിം പോസ്റ്റ്ഗ്രസ്, അതാണ് ഇംപ്ലിമെന്റേഷൻ. അവരെ ഫയൽസ് ഡാറ്റ കണക്ടർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കമാൻഡ് ഞാൻ കൊടുത്തു മാത്രം. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നിങ്ങൾക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ടേബിളിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം ഡാറ്റ ഇൻസെർട്ട് ചെയ്യാം, ആൾട്ടർ ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. DDL DCL DML എല്ലാ ഓപ്പറേഷൻസും നമുക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാളേഷന്റെ വീഡിയോ ആണ്. ഇനി ഫസ്റ്റ് പ്രോഗ്രാം എങ്ങനെ ചെയ്യാം, എങ്ങനെ റൺ ചെയ്യിപ്പിക്കാനുള്ള കണ്ടന്റ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.